ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീട്ടിലും പരിസരത്തൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ കിട്ടുന്ന ഒന്നാണ് പപ്പായ. അധികവും അണ്ണ കൊത്തിയിട്ടോ കാക്ക കൊത്തിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ പോകുന്ന ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ഒന്നായിരിക്കും പപ്പായ. ചിലർക്കൊന്നും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, ചിലർക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ പഴുത്ത പപ്പായ. ഞാൻ ആദ്യമൊക്കെ ഇതിൻ്റെ ചെറിയൊരു പീസ് മാത്രമേ കഴിക്കുകയുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞതിന് ശേഷം പഴുത്ത പപ്പായ കിട്ടിയാൽ എത്ര വേണമെങ്കിലും കഴിക്കും ഞാൻ. അപ്പോൾ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒരുപാട് റിസൾട്ട് തരുന്ന ഒന്നാണ് പഴുത്ത പപ്പായ. ഇതിൻ്റെ ഫേസ് മാസ്കും അതുപോലെ ഹെയർ മാസ്കൊക്കെ എങ്ങനെ തയ്യാറാക്കാം, എന്തൊക്കെയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കരുത്. വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യം തന്നെ ലൈക്ക് ബട്ടണിൽ അമർത്തിയിട്ട് വീഡിയോ കാണാൻ തുടങ്ങിക്കോളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനത് ആദ്യമായിട്ട് സ്കിന്നിന് എങ്ങനെയൊക്കെയാണ് ഉപയോഗപ്പെടുന്നത് എന്നാണ് പറയുന്നത്. സ്കിന്നിലെ ടാൻ മാറുന്നതിന് വളരെ ഉപയോഗപ്രദമാകുന്ന ഒന്നാണ് നമ്മുടെ പഴുത്ത പപ്പായ. ഇതിൽ 2 എൻസൈംസ് ഉണ്ട്, പപ്പായിൻ അതുപോലെ കെയ്മോ പപ്പായിൻ. ഈ എൻസൈംസിൻ്റെ നല്ലൊരു കലവറ തന്നെയാണ് നമ്മുടെ പഴുത്ത പപ്പായ. അതുപോലെ വിറ്റാമിൻ എയും വിറ്റാമിൻ ഇയും അത് രണ്ടും അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകൾ നന്നായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ പഴുത്ത പപ്പായ. അപ്പോൾ ഇവയെല്ലാം ഉള്ളതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടാൻ മാറാനും അതുപോലെ മുഖക്കുരു വരാതിരിക്കാനും, ഇനി അഥവാ മുഖക്കുരു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പാട് മാറാനും മങ്ങിപ്പോവാനും അതുപോലെ കരിമാങ്കല്യമൊക്കെ ഉണ്ടാവില്ല ചിലവർക്ക്. അപ്പോൾ അത് തുടക്കത്തിൽ വരുന്ന സമയത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ അധികം ആവാതിരിക്കാനും ഈ ഒരു പപ്പായ സഹായിക്കും. അതുപോലെ പഴുത്ത പപ്പായ മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഴുത്ത പപ്പായ അപ്പം തന്നെ എടുത്ത് ഉപയോഗിക്കരുത്. കാരണം ഇതിലൊരു കറയുണ്ട്. അപ്പോൾ നമ്മൾ അത് 1-2 മണിക്കൂറിന് ശേഷമാണ് മുറിച്ചതിന് ശേഷം ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഞെട്ടിയോട് ചേർന്ന ഭാഗം എടുക്കരുത്, അതുപോലെ തൊലിയോട് ചേർന്ന ഭാഗം എടുക്കരുത്. നമ്മളൊന്ന് ഒരു സ്പൂൺ കൊണ്ടൊക്കെ അതിൻ്റെ ഉള്ളിലെ കാമ്പ് നമ്മൾ വരണ്ടിയെടുക്കുക, അങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഇതിൽ ഒരു ഒരു പാലുണ്ടല്ലോ, അത് നമ്മുടെ സ്കിന്നിന് നല്ലതല്ല, സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇനി എന്താണ് അതിൻ്റെ മാസ്ക് എന്നാണ് പറയുന്നത്. ഫേസ് മാസ്കിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പഴുത്ത പപ്പായ നന്നായി എടുത്ത് ഉടച്ചതിന് ശേഷം അതിൽ മഞ്ഞളോ അതുപോലെ കസ്തൂരി മഞ്ഞളോ ഏതെങ്കിലും ചേർക്കുക. അതിൻ്റെ മഞ്ഞൾപ്പൊടി ഏതെങ്കിലും ചേർക്കുക. കസ്തൂരി മഞ്ഞളാണ് ഏറ്റവും നല്ലത്. ഇനി ഈ മഞ്ഞൾ ചിലവർക്ക് അലർജി ഉണ്ടാവുള്ളൂ. അപ്പോൾ അലർജി ഉള്ളവർക്ക് തേൻ ഉപയോഗിക്കാം. തേൻ എല്ലാ സ്കിന്നുകാർക്കും പറ്റുന്ന ഒന്നാണ് തേന്. അപ്പം പപ്പായ നന്നായി ഒടിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടിയോ കസ്തൂരി മഞ്ഞളോ തേനോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഓയിൽ സ്കിന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് കടലമാവും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഉടച്ചതിന് ശേഷം നല്ലൊരു പേസ്റ്റ് ആക്കിയിട്ട് ഇത് നമുക്ക് മുഖത്തും അതുപോലെ നമ്മുടെ കഴുത്തിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ ഈ ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നത് വീഡിയോയിലൂടെ കാണിക്കുന്നില്ല, കാരണം എനിക്കും അധികവും കഴിക്കാനാണ് ഇഷ്ടം. കഴിച്ചാലും വളരെ നല്ലതാണ് നമ്മുടെ വയറിനാണെങ്കിലും അതുപോലെ നമ്മുടെ ഗ്യാസ് പ്രോബ്ലംസ് ഉള്ളവർക്ക്, ദഹനം നടക്കാത്ത ആൾക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ, മലബന്ധമൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ പപ്പായ. അതുപോലെ ക്യാൻസർ രോഗങ്ങൾക്ക്, ഹൃദ്രോഗത്തിനൊക്കെ വളരെ നല്ലതാണ് പപ്പായ കഴിക്കുന്നത്. പിന്നെ അതുപോലെ കാഴ്ചശക്തിക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശക്തിക്ക് നല്ലതാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഇനി അമിതവണ്ണം ഉള്ളവർക്കൊക്കെ ഇത് ഒരു നേരം ഭക്ഷണമായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി ഷുഗർ ഉള്ളവരുടെ കാര്യം പറയുകയെന്ന് വെച്ചാൽ ഇത്രയും പഴുത്ത പപ്പായ അധികം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പച്ചയും ഒന്ന് ചെറിയൊരു കളർ മാറിയൊരു പപ്പായ ഉണ്ടാവുമല്ലോ, അതാണ് ഷുഗറുകാർക്ക് കഴിക്കാൻ നല്ലത്. പിന്നെ കൊളസ്ട്രോൾ, BP എന്നിവയൊക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് കഴിക്കാം കേട്ടോ. നല്ലൊരു സംഭവം തന്നെയാണ് പപ്പായ. ഇനി നമുക്ക് ഞാൻ ഈ വീഡിയോയിലൂടെ ഫസ്റ്റ് പറഞ്ഞതുപോലെ നമ്മുടെ ഹെയർ മാസ്ക് ഹെയറിന് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പഴുത്ത പപ്പായ നമ്മുടെ മുടിയിലെ താരൻ ഇല്ലാതാക്കാനും അതുപോലെ വരണ്ട നമ്മുടെ മുടി വരണ്ട് കിടക്കുന്ന ഒരു ഹെയർ ഉണ്ടാവുമല്ലോ, അതുപോലെ ഡള്ളായിട്ട് കിടക്കുന്നുണ്ടാവുമല്ലോ, അതിനൊക്കെ ഭയങ്കര നല്ലൊരു ഫ്രൂട്ടാണ് നമ്മുടെ പപ്പായ. അതെങ്ങനെയാണ് ഇതിന് പപ്പായ ഹെയറിന് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പറഞ്ഞു തരാം. പപ്പായ കുറച്ച് എടുത്തിട്ട് നന്നായി ഉടച്ചതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ അതിൽ 1 ടേബിൾ സ്പൂൺ തേനില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നേന്ത്രപ്പഴമോ ചെറുപഴമോ പാളയംകുടം പഴമോ അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഹെയറിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് 1-2 ഒക്കെ ഉപയോഗിക്കുക. അപ്പോൾ തേനില്ലാത്തവർക്ക് അങ്ങനെ ഉപയോഗിക്കാം.
എന്നിട്ട് അത് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നന്നായി ഒരു പേസ്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ മുടിയിൽ നമ്മുടെ സ്കാർപ്പിലും മുടിയുടെ അറ്റം വരെയും നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് അരമണിക്കൂറെങ്കിലും വെക്കണം, അല്ലെങ്കിൽ 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത്. എന്നിട്ട് നന്നായിട്ട് തന്നെ വാഷ് ചെയ്യണം കേട്ടോ. നന്നായി നമ്മുടെ എന്ത് മാസ്ക് ഇടുകയാണെങ്കിലും നമ്മുടെ മുടിയിൽ എന്ത് മാസ്ക് ഇടുകയാണെങ്കിലും നമ്മുടെ കഴുകി കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്കാൽപ്പിൽ അതിൻ്റെ ഒരു അംശം പോലും പെടാതെ തന്നെ നമ്മൾ വൃത്തിയായിട്ട് കഴുകണം. ഒരു ഹെയർ മാസ്ക് ആഴ്ചയിൽ 1 ദിവസം ചെയ്താൽ മതി, എന്നാൽ തന്നെ നല്ലൊരു റിസൾട്ട് തരുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയാൻ മറക്കരുത്. പിന്നെ നമ്മൾ ഈ പഴുത്ത പപ്പായ ഇതേപോലെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതൊരിക്കലും നമ്മൾ ചീത്തയാക്കി കളയരുത്. നമ്മൾ ഇതേപോലെ ഹെയറിനോ ഫേസിനൊക്കെ ഇതേപോലെ മാസ്കൊക്കെ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാം. അധികം ആർക്കും ഇതിൻ്റെ ഗുണങ്ങളൊന്നും അറിയാൻ വഴിയില്ല. പിന്നെ പണ്ടുള്ളവർ പൊതുവേ പറയുന്നതാണ്, നമ്മൾ പുറത്ത് പോയിട്ട് മുഖം കരിവാളിച്ചിട്ട് വരികയാണെങ്കിൽ ഈ പഴുത്ത പപ്പായ എടുത്തിട്ട് മുഖത്ത് തേച്ചാൽ മതിയെന്ന്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ആരും അതിനെ വേസ്റ്റാക്കി കളയരുത്. അപ്പോൾ നമ്മുടെ പപ്പായ നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാരക്കാരനല്ല. ഒരുപാട് എണ്ണിയാൽ തീരാത്തത്ര, ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട് നമ്മുടെ പപ്പായയ്ക്ക്. പച്ച പപ്പായ ആണെങ്കിലും പഴുത്ത പപ്പായ ആണെങ്കിലും ഒരുപാട് ഗുണങ്ങളാണ്. പക്ഷേ സ്കിന്നിനും ഹെയറിനും ഉപയോഗിക്കുകയാണെങ്കിൽ പഴുത്ത പപ്പായ മാത്രം എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് വിറ്റാമിൻ കുറവുള്ളവർക്കൊക്കെ വിറ്റാമിൻ്റെ ഒരുപാട് കലവറയാണെന്ന് പറയാം നമ്മുടെ ഈ പഴുത്ത പപ്പായ ആണെങ്കിലും പച്ച പപ്പായ ആണെങ്കിലും. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വിറ്റാമിൻ കുറവുള്ളവർക്കൊക്കെ ഡെയിലി കഴിക്കുക, അത്രയും നല്ലതാണ്. നമ്മുടെ ഫേസ് മാസ്ക് ഒക്കെ ഇടുമ്പോൾ വീട്ടിലുള്ളവർക്ക് ഡെയിലി ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.